ശ്രേയം സഹായിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ശരീരത്തിന് ആരോഗ്യപ്രദമായ വളരെ നല്ല ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 4 സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. മധുരം അല്പം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കരിപ്പെട്ടി ശർക്കര ചേർക്കാവുന്നതാണ്. 5-ാമത്തെ ഓപ്ഷനായ കരിപ്പെട്ടി ശർക്കര ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. അല്ലാതെ തന്നെ ഈ പോഷകാഹാരത്തിന് മധുരം ഉണ്ട്. ഏതെല്ലാം സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ആവശ്യമായ കുറച്ച് പാല്, കുറച്ച് അവൽ, കുറച്ച് റാഗിപ്പൊടി, പിന്നെ ഒരു ഏത്തപ്പഴം. ഇത്രയും സാധനങ്ങളാണ് അത്യാവശ്യം വേണ്ടത്. മധുരം വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കരിപ്പെട്ടി ശർക്കര നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പാലടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ റാഗിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അവലിട്ട് കൊടുക്കുക. അതിനുശേഷം ഏത്തപ്പഴം ഇരിക്കുന്നത് കുറേശ്ശെ ഇങ്ങനെ പിച്ചി ചീന്തി ഇട്ട് കൊടുക്കുക. എൻ്റെ വീട്ടിൽ മിക്സി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലടിച്ച് ഒഴിച്ച് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് കൊടുക്കുകയോ വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. കടുമുടുന്ന് ഇടയ്ക്ക് കടിക്കണമെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് വരെ കൊടുക്കാവുന്ന ആഹാരമായതുകൊണ്ട് കൊച്ചു കുട്ടികൾ കുടിക്കുന്നതിന് ശരിക്കും കുറുക്ക് പോലെ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടടിച്ച് കുഴമ്പ് രൂപത്തിലാക്കി ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. മധുരം വേണമെന്നുള്ളവർക്ക് ശർക്കര കുറുക്കി ഒഴിച്ചോ അല്ലെങ്കിൽ അരിഞ്ഞിട്ടോ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതൊന്ന് തിളച്ച് കുറുകാൻ അനുവദിക്കുക. കുറുകി ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ സാധനങ്ങളും അതിനകത്ത് ഒരുമിച്ച് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി അതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചേർത്തിട്ടുള്ള പഴം ഉണ്ടല്ലോ, പഴമൊക്കെ ഒന്ന് ഉടച്ച് ചേർക്കുക. എന്താ പഴം ഉടയ്ക്കാൻ നല്ല എളുപ്പമാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് കയറും. പിന്നെ കുറുക്കായിട്ട് കഴിക്കണവർക്ക് കുറുക്കായിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഗ്യാസിലാണ് വെച്ചിറങ്ങുക. അല്ലെങ്കിൽ അടുപ്പിൽ ഒന്നാണെങ്കിൽ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചാൽ മതി. ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാതെ അന്നേരം തണുത്ത് കഴിയുമ്പോൾ കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് പല ഷേപ്പിൽ മുറിച്ച് തിന്നാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ നമുക്കിത് ആ കുറുക്ക് പോലെ കിടക്കാം. വലിയ ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ഇതേപോലെ കഷ്ണമായിട്ട് മുറിച്ച് പല ഷേപ്പിലും നല്ല ഭംഗിക്കൊക്കെ ആക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിന് നമുക്കൊരു സമ്പൂർണ്ണ പോഷകാഹാരം എന്ന് തന്നെ പറയാവുന്നതാണ്. പാല് തന്നെ ഒരു സമ്പൂർണ്ണ പോഷകാഹാരമാണല്ലോ. പിന്നെ ഇതിൽ ചേർന്നിരിക്കുന്ന ഏത്തപ്പഴം ഹോർമോണുകളുടെ ഇംബാലൻസിനെയൊക്കെ കറക്റ്റാക്കാനൊക്കെ സഹായിക്കും. ശരീരം നന്നാവാൻ സഹായിക്കും. പിന്നെ റാഗിപ്പൊടി എന്ന് പറഞ്ഞ കാൽസ്യത്തിൻ്റെ അളവ് ഒക്കെ ക്രമീകരിക്കുന്ന എല്ലിനും പല്ലിനും വളർച്ചയ്ക്ക്, സൗന്ദര്യം ഉണ്ടാവാനും, ബുദ്ധി വികസിക്കുന്നതിന്, കണ്ണിന് കാഴ്ച കിട്ടുന്നതിനും ഒക്കെ നല്ലതാണ്. കൊച്ചുകുട്ടികൾക്ക് അതുകൊണ്ടാണല്ലോ ഈ റാഗിപ്പൊടിയൊക്കെ കുറുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അവലെന്ന് പറയുന്ന സാധനം തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം നന്നാവാൻ ഏത്തപ്പഴം പോലെ തന്നെ വളരെ നല്ലൊരു സാധനമാണ്. ഇത്രയും ഗുണമുള്ള ഒരു സാധനം വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അരിയാഹാരം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യും നമുക്ക് അവൽ തിന്നാൽ. അതേപോലെയാണ് അവലിൻ്റെ ഗുണം എന്ന് പറയുന്നത്. പിന്നെ ശർക്കര എന്ന് പറയുന്നത് എല്ലിനും പല്ലിനും ഒക്കെ ബലം നൽകുന്ന സാധനമാണ്. കാൽസ്യത്തിൻ്റെ അളവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വൈറ്റമിൻ A to Z വരെയും, അതേപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, പിന്നെ അതുപോലെ അനേകം മൂലകങ്ങളുടെയും കലവറയായ ഈ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് സൗന്ദര്യം വർദ്ധിക്കുന്നതിനും, തലമുടി ഉണ്ടാകുന്നതിനും, കണ്ണുകൾക്ക് തെളിച്ചം കിട്ടുന്നതിനും, എല്ലിനും പല്ലിനുമൊക്കെ ബലം കൂട്ടി ആരോഗ്യത്തെ നിലനിർത്തുന്നതിനും, ബുദ്ധി വികസിക്കുന്നതിനും ഉള്ള ഒരു സമ്പുഷ്ടാഹാരം എന്ന് തന്നെ ഇതിന് പറയാവുന്നതാണ്.